സോ ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് പ്ലേ മൈൻക്രാഫ്റ്റിൻ്റെ 24ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ഒരുപാട് പരിപാടികളില്ലെങ്കിലും കുറച്ച് പരിപാടികളുണ്ട്. സംഭവം അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ എപ്പിസോഡുകൾക്ക് മുന്നേ, അതായത് എപ്പിസോഡ് 3 ആണെന്ന് തോന്നുന്നു, ആ സമയത്ത് ഉണ്ടാക്കിയൊരു അയൺ ഫാമാണ് ഇത് അത്യാവശ്യം നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളില്ലാതെ വർക്ക് ആവുന്നുണ്ട്. അപ്പം ഞാൻ ആ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ഈ അയൺ ഫാം അല്ല, ഈ എപ്പിസോഡിലല്ല, ഞാൻ ഒരു വലിയൊരു അയൺ ഫാം ഉണ്ടാക്കി ഫാക്ടറി ഐലൻഡിൽ. അതുണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ഞാൻ അത് പൊളിച്ച് കളയും, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ മേലെ ഒരു അയൺമാൻ്റെ സ്റ്റാച്ചു ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. ഞാൻ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞാൽ, അഥവാ എനിക്കിപ്പോൾ ഒരു അയണിൻ്റെ ആവശ്യം വന്നു, അപ്പോൾ ഞാൻ ഫാക്ടറി ഐലൻഡ് വരെ പറക്കണ്ടേ? ഹാർഡ് വർക്ക് അല്ലല്ലോ മുഖ്യം, സ്മാർട്ട് വർക്കല്ലേ. എൻ്റെ 2500 ഐക്കു തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളൊരു അയൺകോളത്തിൻ്റെ പാസ്പോർട്ട് സൈസ് രീതിയിലുള്ള ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റിസോഴ്സും കാര്യങ്ങളും ഗ്യാദർ ചെയ്യുന്നു. വലിയ പടിപാടുള്ള റിസോഴ്സും കാര്യങ്ങളല്ല, നമ്മൾ കുറച്ച് ഇപ്പം എൻ്റെ കയ്യിലുണ്ടില്ല. അതിനുള്ള സ്റ്റോൺ സ്ലാബൊക്കെയാണ്. സ്റ്റോൺ സ്ലാബും കുറച്ച് സ്റ്റോൺ, അങ്ങനെ കോബിൾ സ്റ്റോൺ, അങ്ങനെ ഇത്ര അല്ലറ ചില്ലറ പരിപാടികൾ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇതുണ്ടാക്കാം. അപ്പം ഞാൻ വിചാരിച്ചതൊന്നെങ്കിൽ റീപ്ലേ മോഡിൽ കാണിക്കാമെന്ന്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ട്യൂട്ടോറിയൽ അല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണ കാണിച്ചു തരാം. അപ്പോൾ രണ്ടിൽ ഏത് വിചാരിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എന്തായാലും റീപ്ലേ മോഡൊന്നും വേണ്ട, ചെറിയ ബിൽഡാണ്. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബീം കാണാം, അതായത് ബീക്കണിൻ്റെ ബീം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ബീക്കൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ സംഭവം കണ്ടവർക്ക് അറിയാം ഞാൻ എന്തിനാണ് ആ ബീക്കൺ മെയിനായിട്ട് അപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ കാര്യങ്ങളൊക്കെ അത് കണ്ടവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത്രയും വലിയൊരു ഹോൾ ഞാൻ അങ്ങോട്ട് നേരെ സ്ട്രെയിറ്റ് കുഴിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എന്താണ് പ്ലാൻ പറഞ്ഞുതരാം. അതായത് ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കും, അതിൽ ഓരോ മോബിനെയും ഇങ്ങനെ ഓരോ മോബിനെയും വെക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ മോബിൻ്റെ പ്ലാൻ ഏതാണെന്ന് വെച്ചാൽ, പിടിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ലാൻഡിൽ ജീവിക്കുന്ന ഫ്രണ്ട്ലി മോബ്, അത് കഴിഞ്ഞിട്ട് ലാൻഡിൽ ജീവിക്കുന്ന അറ്റാക്കിംഗ് മോബ്, അത് കഴിഞ്ഞിട്ട് അക്വാട്ടിക് സെക്ഷൻ. ഈ അക്വാട്ടിക് സെക്ഷനിൽ എനിക്ക് കുറേ അധികം പ്ലാൻ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു ബാൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ ഒരു ബാൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ബാണിൽ ഞാൻ അങ്ങനെ ഓരോ മൃഗങ്ങളെ പിടിച്ചിടുമ്പോഴാണ്, ഓരോ മോബ്സിനെ പിടിച്ചിടുമ്പോഴാണ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത്. ആൻഡ് ഇങ്ങനെ നേരെ കുടിച്ചിട്ട് സൈഡിലായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത അക്വാട്ടിക് സെക്ഷനിൽ കൊടുക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് റിഫറൻസും അങ്ങനെയൊക്കെ കൊടുത്തിട്ട് സാധാരണ രീതിയിലൊരു ഗ്ലാസ് വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ കുറച്ച് കോറലൊക്കെ ഇല്ല, ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കാനാണ് പ്ലാന്. നിങ്ങൾക്കറിയാലോ ഞാനൊരു 2500 ഐക്കുവാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒക്കെ ഒരു പ്ലാൻസ് ആണ്, അതൊക്കെ ഫ്യൂച്ചർ കൂടുവാൻ്റെ പണി. ആൻഡ് ഇതിൽ ഓരോ മോബ്സിനും പിടിക്കുന്നതൊക്കെ ഞാൻ ഷോർട്സിലാണ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്സൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ഡു. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്സിലൊക്കെ അത് കാണാം. ഞാൻ എന്നിട്ട് ഓരോ എപ്പിസോഡിൽ വന്നിട്ട് കാണിച്ചു തരും ഈ ഇന്ന മോബ്സിനും പിടിച്ചിരിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്ലോട്ടിലോട്ട് കിടക്കാം, അല്ല നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏരിയയിലോട്ട് കിടക്കാം. നേരെ രാത്രിയായി, കയറി കിടക്കാം. നമുക്കിനി നമ്മുടെ പണിയിലോട്ട് കിടക്കാം. ഒരേ ഒരു ലെവലിലോട്ട് ഈ ഏരിയ ഫുള്ളൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സാധനം ഇവിടെ വെക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളുണ്ടല്ലോ, നിങ്ങൾ കണ്ടേക്ക് ഇനി പറയാനൊന്നും പ്ലീസ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 3x7 ആണ്. അപ്പോൾ ആദ്യം 3 വെക്കുക. അപ്പോൾ ഇത് 1 ആയിട്ടാണ്, ഇതിപ്പോൾ 2, ഇത് 3, ഈ ഒരു ഇടയത്തെ ഗ്യാപ്പ് വിട്ടിട്ട് 1 2 3 അല്ല ഇപ്പോൾ എത്രയായി, 4 5 6 ആയിട്ടാണ്. അപ്പോൾ 7ാമത്തെ സെൻറ്ററിലാണ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നടുവത്തെ ഈ ബ്ലോക്ക് നമുക്ക് വിടണം, 2 ബ്ലോക്ക് നമുക്ക് വിടണം. കാരണം നമുക്ക് ഇതിൻ്റെ ബാക്ക് കൂടെ നമ്മൾ എൻട്രൻസ്, ഫ്രണ്ട് കൂടെ ആയത് ബോറാവും. അപ്പോൾ ബാക്ക് കൂടെ ഇപ്പോൾ ആരും ശ്രദ്ധിക്കൂലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സംഭവം. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ 2 ബ്ലോക്കും കൂടി ഒന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കണം. ഇതിൻ്റെ 2 ബ്ലോക്ക് ഇങ്ങനെ ഹൈറ്റ് കൂട്ടി കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കൂട്ടുക. പക്ഷെ ഞാൻ ഇവിടെ ഗ്യാപ്പ് ഇടാൻ കാരണം എനിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് എന്താണ് സ്റ്റോൺ ബ്ലോക്കൊക്കെ വെച്ച് ഇങ്ങനെ ഗ്യാപ്പ് ചെയ്യുക. അപ്പോൾ 2 ബ്ലോക്കും കൂടി ഇങ്ങനെ ഏറ്റുക. ഇപ്പോൾ 1 ബ്ലോക്കായി. രണ്ടാമത്തേതായി ഇവിടെ ഇങ്ങനെ വെക്കുന്നു. ഇനി വെറും 6 ബ്ലോക്കും കൂടിയും അതും സെറ്റ്. ഇപ്പം കണ്ടില്ല, ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു വഴിയായി. ഇപ്പോൾ ഇവിടെ ഡോർ വെച്ച് കയറി ഇപ്പോൾ അവിടെ ഒരു വഴിയായി.
ഇതേ ഈ ഒരു ഫുൾ ഏരിയ ഒന്നും കൂടി, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, 3 ബ്ലോക്ക് മേലോട്ട് പൊക്കണം, 3 ബ്ലോക്ക്. അപ്പോൾ നമുക്കൊന്ന് പൊക്കാം. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഏറ്റവും ടോപ്പ് ലെയറിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ എന്ത് ചെയ്യുക, എന്താണ് കറങ്ങി ഇത് കഴിഞ്ഞോ, കറങ്ങി ഇതിങ്ങനെ കൊണ്ടുപോകാം കുറച്ച്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാം. അത് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒന്നും കൂടി അതൊന്ന് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കഴിയാനായിക്കുന്നത് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതിലേക്ക് ഒരു 3 ബ്ലോക്ക് ഹൈറ്റും കൂടി കൂട്ടി കൊടുക്കുക. മൊത്തം 4 ബ്ലോക്ക് ഹൈറ്റ് ഇട്ടാൽ അടിയത്തും കൂടി കൂട്ടിയിട്ട് 4 ബ്ലോക്ക് ഹൈറ്റിൽ നമ്മൾ സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് സെറ്റപ്പ് ആവാനായി. അപ്പോൾ ഈ സിന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടത്തെ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ 4 ബ്ലോക്ക് രീതിയിൽ ഇങ്ങനെ കൈ, അതായത് നമ്മുടെ അയൻകുളത്തിൻ്റെ കൈ ഉണ്ടല്ലോ, ആ സാധനം ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഇവിടെ ഒരു ബ്ലോക്ക് വിട്ടിട്ട് വേണം പൊന്തിക്കാൻ. അതായത് ഇപ്പോൾ മനസ്സിലായില്ല, ഈ ഒരു ബ്ലോക്ക് ഇടുക. ഇതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യാം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, സബ്സ്ക്രൈബ് ടു കൂൾഗോ ഗെയിമിംഗ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം അതിവിടെ വരും. ഇതിവിടെ വന്നോ, അപ്പം നമ്മുടെ മാജിക് വേർഡ് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ആവണമെങ്കിലേ അപ്പോൾ കൂൾഗോ ഗെയിമിംഗ് ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വർക്കാവും, ഗ്യാരണ്ടി. എൻ്റെ 2500 ആയിരിക്കും, മറക്കണ്ട. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 ബ്ലോക്ക്, അതായത് 5 ബ്ലോക്ക് വെക്കുക. ഇവിടുന്ന് 2 ബ്ലോക്ക് വിട്ടിട്ട് ഇവിടുന്ന് 2 ബ്ലോക്ക്, 5 ബ്ലോക്ക് വെച്ചിട്ട് നേരെ ബാക്കിൽ ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇങ്ങനെ വെക്കുക. നിങ്ങൾ കണ്ടോ, ഞാൻ പറയുന്നത് കാണാൻ തെറ്റൊക്കെ ആവും, പക്ഷെ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായില്ല. ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇവിടുന്ന് ഒരു ബ്ലോക്ക് ഇട്ടിട്ട് അതേപോലെ സൈഡിൽ നിന്ന് 2 ബ്ലോക്ക് ഇട്ടിട്ട് അങ്ങനെ 5 ബ്ലോക്കിൻ്റെ ഡിസ്റ്റൻസിലായി ചെയ്യാം. അപ്പോൾ ഈ സിന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക, അതേപോലെ ഈ സൈഡിലും ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. അപ്പോൾ കറക്റ്റായി. എന്നിട്ട് നമുക്ക് കുറച്ച് സ്ലാബാണ് വേണ്ടത്. സ്ലാബ് എടുക്കുക. സ്ലാബ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക, ഇതിൻ്റെ തൊട്ടടിയത്തെ ബ്ലോക്കിൽ വെക്കുക. അതേപോലെ ഇതിൻ്റെ അടിയത്തെ ബ്ലോക്കിലേക്ക് ഇവിടെ വെക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അയൻകുളത്തിൻ്റെ മുഖമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ മേലെ ബ്ലോക്ക് ഇങ്ങനെ വെക്കുമല്ലോ, ബ്ലോക്കും തീർന്ന. അയ്യോ, ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വെക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് വരിക. അപ്പോൾ അതിൻ്റെ വായായിട്ടുണ്ടാവും. ലാസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരുന്നില്ല, ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഇനി ലാസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അയൻകുളത്തിൻ്റെ തലഭാഗമാണ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ്ട ഫ്രണ്ടത്തെ ഈ ഒരു ബ്ലോക്ക് ഇടുക. ഫ്രണ്ടത്തെ ബ്ലോക്ക് ഇട്ടിട്ട് നമ്മൾ 2 ബ്ലോക്ക് ഹൈറ്റിൽ ബിൽഡ് ചെയ്യണം. നമ്മുടെ ബ്ലോക്ക് 2 ബ്ലോക്ക് ഹൈറ്റിൽ ബിൽഡ് ചെയ്യുക. ഇങ്ങനെ 2 ബ്ലോക്ക് ഹൈറ്റ് ഇട്ടോ, 2 ബ്ലോക്ക് ഹൈറ്റ്. അങ്ങനെ അതും സെറ്റായിക്കണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയൻകുളത്തിന് എടുത്ത് കാണിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ അയൻകുളത്തിന് വില്ലേജസിനൊക്കെ ഉള്ള ഒരു സെയിം സാധനം, അതായത് മൂക്ക്. അപ്പോൾ മൂക്ക് ഉണ്ടാക്കണം നമ്മൾ വായ ഭാഗത്ത് നിന്ന് തുടങ്ങണം. അപ്പോൾ വായ ഭാഗത്ത് നിന്ന് തുടങ്ങണമെങ്കിൽ ഇവിടേക്ക് നിൽക്കണം. കണ്ണ് കണ്ടില്ല നിങ്ങൾ. അപ്പോൾ വായ ഭാഗത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക, ഇവിടെ എടുക്കുക. അതിൻ്റെ അടിയിക്കിന് പോകണമല്ലോ. ഇവിടെയും കൂടി വെച്ച് കഴിയുമ്പോൾ മുഖത്തിൻ്റെ പണി കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് അയൻകുളം ചിരിച്ചിക്കണ പോലെ ഇല്ലേ. അപ്പം എന്താ ഇവിടെ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിമ്പോൾ കുറച്ചും കൂടി അയൻകുളത്തിൻ്റെ തല ഇങ്ങനെയല്ല, കുറച്ചും കൂടി വലുതാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് സെറ്റാക്കാം. എന്താണെന്ന് വെച്ചാൽ 3 ബ്ലോക്ക് ഹൈറ്റ് മേലൊക്കെ പൊന്തിക്കുക. 3 ബ്ലോക്ക് ഹൈറ്റ് ഇട്ടാം. അപ്പോൾ അതൊന്ന് വെക്കട്ടെ. മഴയും കാര്യങ്ങളൊക്കെ പോയിട്ട് രാവിലെ ആയിട്ടുണ്ട്. അപ്പം ഇനി മഴയത്തല്ലാതെ രാവിലെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറന്നിട്ട് അതിൻ്റെ ഒരു ക്ലോസപ്പ് ആണെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. ക്ലോസപ്പ് കുറച്ചുകൂടി പഴയ രീതിയിൽ ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. അപ്പോൾ നമുക്ക് ഇവിടെ ലാൻഡ് ആവാം. ഇവിടെ ലാൻഡ് ഞാൻ കുറേ പണ്ട് കുഴിച്ചിട്ടൊരു കുഴിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മോനെ കാണാലോ കിടിലൻ സാധനം. അപ്പോൾ
കണ്ടോ ഫുള്ള് നല്ല അടിപൊളി കിടിലായി നിൽക്കണില്ലേ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡൊക്കെ ആയിട്ട് കാണാം. അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത കിടിൽ എപ്പിസോഡൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മൾ